വിഴിഞ്ഞം തുറമുഖം എന്നത് ജനങ്ങളുടെ തുറമുഖമാണ്. കോവളത്തിൻ്റെ സ്വന്തം ജനപ്രതിനിധിയായ ശ്രീ വിൻസെൻ്റ് MLA അവർകളെ ഈ ആഹ്ലാദം പങ്കിടുന്ന അവസരത്തിൽ നമ്മോട് സംസാരിക്കുവാനായി ബഹുമാനത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യനായ യോഗാധ്യക്ഷൻ തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവർകളെ, ഏറെ സമാദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകനുമായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ അവർകളെ, ബഹുമാന്യനായ കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രി ശ്രീ സർബാനന്ദ് സോനോവാൾജി, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് മന്ത്രിമാർ, വിഴിഞ്ഞം അദാനി പോർട്ട് ലിമിറ്റഡിൻ്റെ ചെയർമാൻ ശ്രീ കരൺ അദാനി ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും സൗത്ത് ഏഷ്യയുടെ തന്നെ ഏറ്റവും വലിയ ഓട്ടോമേറ്റഡ് തുറമുഖമായി മാറിയതിൻ്റെ ചരിത്ര മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാം നിൽക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഈ തുറമുഖം ഉൾക്കൊള്ളുന്ന ഈ പ്രദേശത്തിൻ്റെ ജനപ്രതിനിധിയാകാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. അതിന് എനിക്ക് അവസരമൊരുക്കിയ ഈ കോവളം നിയോജക മണ്ഡലത്തിലെ ജനങ്ങളോട് ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ബഹുമാന്യനായ ശ്രീ കരൺ അദാനി ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ ഇവിടെ അനുസ്മരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ, അദ്ദേഹത്തിൻ്റെ ചരമവാർഷികം ഈ 18-ാം തീയതിയാണ്. ഈ തുറമുഖം ഒരു ക്ലീൻ സ്ലേറ്റിൽ നിന്നാണ് അദ്ദേഹം ആരംഭിച്ചിട്ടുള്ളത്, നമുക്കെല്ലാം അറിയാം. ഈ തുറമുഖത്തിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ സ്ഥലവും ഏറ്റെടുക്കുന്നതുൾപ്പെടെ ആ 4 കാലാവസ്ഥകൾ പഠനവിധേയമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാന പഠനവും, എൻവയോൺമെന്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റും, സാമൂഹ്യാഘാത പഠനവും, പബ്ലിക് ഹിയറിംഗും എല്ലാം നടത്തി. അതുപോലെ തന്നെ ആ സമയത്ത് ഉയർന്നു വന്ന കേസുകൾ ഗ്രീൻ ട്രൈബ്യൂണലിലും, അതുപോലെ തന്നെ ചെന്നൈ ഗ്രീൻ ട്രൈബ്യൂണലിലും, ഡൽഹിയിലെ ഗ്രീൻ ട്രൈബ്യൂണലിലും എല്ലാം വന്ന കേസുകൾ, ആ സന്ദർഭത്തിൻ്റെ ഏറ്റവും ഗൗരവതരമായ അവസ്ഥ നമ്മൾ ഓർക്കണം. തൊട്ടപ്പുറത്ത് 40 കിലോമീറ്റർ അപ്പുറത്ത് കുളച്ചൽ തുറമുഖം, നമ്മുടെ തുറമുഖത്തിന് 8,000 കോടിയുടെ സ്റ്റേറ്റ് ഓൺഡ് തുറമുഖമായി നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു തുറമുഖം തൊട്ടപ്പുറത്ത് വരാൻ പോവുകയാണ്. അന്ന് ആ പ്രദേശത്തിൻ്റെ ജനപ്രതിനിധിയായിരുന്ന അന്നത്തെ കേന്ദ്ര മന്ത്രിസഭയിലെ ഷിപ്പിങ്ങിൻ്റെ ചുമതല കൂടി ഉണ്ടായിരുന്ന ഒരു ജനപ്രതിനിധിയായിരുന്നു അപ്പുറത്തെ പാർലമെൻറ്റ് അംഗം. അദ്ദേഹം 20,000 കോടിയുടെ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു. ആ സന്ദർഭത്തിലാണ് കേസ് വരുന്നത്. വളരെ സൂക്ഷ്മതയോടെ ഒരു സ്റ്റേ വന്നിരുന്നാൽ ഒരിക്കലും നമ്മുടെ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുമായിരുന്നില്ല. അന്ന് ആ കേസ് സൂക്ഷ്മതയോടുകൂടി നടത്തി അതിലെല്ലാം വിജയിച്ചുകൊണ്ട് ഇതിൻ്റെ തുറമുഖത്തിന് കരാറൊപ്പിട്ട് മുന്നോട്ട് പോയി. ഇത് ഗവൺമെൻറ്റുകളുടെ തുടർച്ചയാണ്. ഇത് നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഇതിന് മുൻപുള്ള ഓരോ ഗവൺമെൻറ്റുകളും ഈ വിഴിഞ്ഞം തുറമുഖം വരണമെന്ന കാര്യത്തിൽ ആത്മാർത്ഥമായ പരിശ്രമം നടത്തിയിട്ടുണ്ട്. അത് ആത്യന്തികമായി എത്തിച്ചിട്ടുള്ളത് ശ്രീ ഉമ്മൻചാണ്ടി സാറാണെന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. അതിൻ്റെ പേരിൽ ഒരുപാട് പഴികൾ അദ്ദേഹം കേട്ടിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ജുഡീഷ്യൽ അന്വേഷണവും വിജിലൻസ് അന്വേഷണവും ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങളെല്ലാം അദ്ദേഹം നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. തീർച്ചയായും ഇന്ന് അദ്ദേഹം കൂടി ജീവിച്ചിരുന്നിരുന്നുവെങ്കിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നതും അദ്ദേഹമായിരിക്കുമായിരുന്നു. നമ്മളോടൊപ്പം അദ്ദേഹവും ഏറ്റവും അധികം സന്തോഷിക്കുമായിരുന്നു. തീർച്ചയായും ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ തുറമുഖ നിർമ്മാണത്തിന് ഉള്ള തടസ്സങ്ങൾ നീക്കി വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി എന്ന കാര്യത്തിലും നമുക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനെ വിവിധ ഗവൺമെൻറ്റുകൾ ഈ കേരളത്തിൻ്റെ വികസന കാര്യത്തിൽ പൊതുവായി ഉണ്ടായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. സഖാവ് EMS നമ്പൂതിരിപ്പാട് തന്നെ പറഞ്ഞിട്ടുള്ളത് വികസനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് രാഷ്ട്രീയം ഉപേക്ഷിക്കണമെന്നുള്ളതാണ്. ആ വികസനത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയതരമായ കാഴ്ചപ്പാടുകൾ കൂടി നമ്മൾ തീർച്ചയായും മുന്നോട്ട് പോകണം. വികസനത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ കൈകൾ കോർത്ത് മുന്നോട്ട് പോകണം എന്നത് തന്നെയാണ് നമ്മുടെ എല്ലാം അഭിപ്രായം. അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ ഈ വേദിയിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും അത് കൂടുതൽ മനോഹരമായി മാറുമായിരുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ നമ്മൾ കുറെ കൂടി ശ്രദ്ധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ച നിങ്ങൾ എല്ലാവരും അഭിവാദ്യം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ബഹുമാനായ അധ്യക്ഷൻ ഇവിടെ ചൂണ്ടിക്കാണിച്ച ഏറ്റവും സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യം, ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട് വരുന്ന
ജോലികളിൽ തൊഴിലവസരങ്ങളിൽ 50% പ്രദേശവാസികൾക്ക് നൽകും എന്നുള്ള സർക്കാരിൻ്റെ തീരുമാനത്തെ 100% സ്വാഗതം ചെയ്തുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് അത് കൃത്യമായി നടപ്പിലാക്കാനുള്ളൊരു മെക്കാനിസം ഈ നാട്ടിൽ ഉണ്ടാക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.